പ്രിയമുള്ളവരെ, നമ്മുടെ രണ്ടാമത്തെ ക്ലാസ് ആരംഭിക്കാം. നമ്മളിതിൻ്റെ മുന്നേ ആദ്യത്തെ ഒരു ക്ലാസ് ചെയ്തിരുന്നു. ആ ക്ലാസ് എല്ലാവരും +1, +2 കമ്പ്യൂട്ടർ സയൻസ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എല്ലാ ആളുകളും കാണണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇനി നമ്മൾ ഓരോ ക്ലാസ്സിനുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ചാപ്റ്റർ ബേസ് ചെയ്തിട്ട് നമ്മൾ ക്ലാസ് തുടങ്ങാൻ പോവുകയാണ്. അതിൽ ആദ്യമായി ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് +2 കമ്പ്യൂട്ടർ സയൻസുകാർക്കുള്ള ആദ്യത്തെ ചാപ്റ്ററാണ് സ്ട്രക്ചേഴ്സ് ആൻഡ് പോയിൻറ്റേഴ്സ്. ആ ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ പാട്ട് കേൾക്കുന്ന പോലെ വളരെ ഈസിയായി ഇതിനെ സമീപിക്കരുത്. നിങ്ങളെല്ലാവരും, നിങ്ങളിത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ ഇത് മുഴുവനായും ഈ വീഡിയോ ഫുള്ളായിട്ടും കാണണം. കാരണം നമ്മളെന്താ വെച്ചാൽ സാധാ ക്ലാസ്സിൽ 1-2 മണിക്കൂറുകൾ എടുക്കുന്ന ക്ലാസ് നമ്മൾ 20 മിനിറ്റ് അല്ലെങ്കിൽ 30 മിനിറ്റ് ഒക്കെ ചുരുക്കിയിട്ടാണ് പറയുന്നത്. അപ്പോൾ അതിൽ ഒന്നും മിസ്സാവാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എല്ലാ പോയിൻറ്റും നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ ആദ്യത്തെ വീഡിയോ നിങ്ങളെല്ലാവരും കാണണം. അതിന് ശേഷമാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണാൻ തുടങ്ങേണ്ടത്. ഇനി നമ്മൾ തുടങ്ങാൻ പോകുന്നത് സ്ട്രക്ചേഴ്സ് ആൻഡ് പോയിൻറ്റേഴ്സ് എന്ന ഒരു ചാപ്റ്ററാണ്. ഇത് കുറച്ച് അത്യാവശ്യം വലിയ ചാപ്റ്ററാണ്. ഇതിന്ന് കുറേ അത്യാവശ്യം മാർക്കിന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. 1 വേർഡ് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യനും ഒക്കെ നമുക്കിതിന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതിൽ ഈ ചാപ്റ്ററിൻ്റെ ഹെഡിങ് സ്ട്രക്ചേഴ്സ് ആൻഡ് പോയിൻറ്റേഴ്സ് എന്ന്. സ്ട്രക്ചേഴ്സ് ആൻഡ് പോയിൻറ്റേഴ്സ്, ഇതാണ് നമ്മളെ ചാപ്റ്ററിൻ്റെ ഹെഡിങ്, സ്ട്രക്ചേഴ്സ് ആൻഡ് പോയിൻറ്റേഴ്സ്. എന്താണ് സ്ട്രക്ചർ? ഒരു സ്ട്രക്ചർ, ഈ സ്ട്രക്ചർ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിന് മുന്നേ, സ്ട്രക്ചറിന് മുന്നേ നിങ്ങൾ കഴിഞ്ഞ വർഷം ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും, അറേ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും. എല്ലാവർക്കും അറേ എന്താണെന്നറിയാം. കുറേ ഫസ്റ്റ് ഇയർ കുട്ടികളൊക്കെ പഠിച്ചിട്ടുണ്ടാവും അറേ. എന്താ അറേ? അറേ is a collection of same type of data items. That is, array is the collection of homogeneous data elements. ശരിയല്ലേ? നമുക്കറിയാം, ഒരു വേരിയബിളിൽ അറ്റ് എ ടൈം ഒരു വാല്യൂ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരേപോലുള്ള കുറേ വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ ആവശ്യം വരുമ്പോഴാണ് നമ്മൾ എന്തുപയോഗിക്കുന്നത്, ഈ അറേ ഉപയോഗിക്കുന്നത്. അറേ ഇറ്റ് ഈസ് എല്ലാം, ഇപ്പോൾ ഇതിലെല്ലാം 10, 20, 30 എല്ലാം ഇൻറ്റിജർ ആണെങ്കിൽ എല്ലാം ഇൻറ്റിജർ നമ്പേഴ്സ്, എല്ലാം ക്യാരക്ടർ ആണെങ്കിൽ എല്ലാം ക്യാരക്ടേഴ്സ്, എല്ലാം ഫ്ലോട്ടിംഗ് പോയിൻറ്റ് നമ്പേഴ്സ് ആണെങ്കിൽ എല്ലാം ഫ്ലോട്ടിംഗ് പോയിൻറ്റ്, എല്ലാം ഒരേ ടൈപ്പിലുള്ള ഡാറ്റ ഐറ്റംസാണ്. അപ്പോൾ അതുകൊണ്ടാണ് അറേ എന്ന് പറയുന്നത്. എന്താ പറയുക, നമ്മൾ ഹോമോജീനിയസ് ഡാറ്റ ഐറ്റംസ്. എന്താണ് ഹോമോജീനിയസ് ഡാറ്റ ഐറ്റംസ്? ഇത് അറേ ആണ്. ഇത് അറേ ആണ്. ഓക്കെ. അപ്പോൾ അറേ നമ്മൾ പറഞ്ഞിരുന്നു. അറേ ഓരോ ലൊക്കേഷനും എന്താണ്, ഓരോ ലൊക്കേഷനും സെയിം ടൈപ്പ് ഓഫ് ഡാറ്റ ഐറ്റംസ് ആണ്. അതിൻ്റെ സൈസും അതിൻ്റെ കാര്യങ്ങളും ഡിക്ലറേഷൻ്റെ കാര്യങ്ങൾക്കും നമ്മൾ പോകുന്നില്ല. നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാനുള്ള സ്ട്രക്ചറാണ്. അപ്പോൾ സ്ട്രക്ചർ എന്ന് പറയുന്നത്, എ സ്ട്രക്ചർ ഈസ് യൂസ്ഡ് ടു ഗ്രൂപ്പ്, സ്ട്രക്ചർ ഈസ് യൂസ്ഡ് ടു ഗ്രൂപ്പ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡാറ്റ ഐറ്റംസ്. അപ്പം നമുക്ക് അറിയാം, പിന്നെ നമ്മളുടെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഡാറ്റ എന്ന് പറയുമ്പോൾ നമ്മൾ അതിൽ എന്തെല്ലാം വരും? സ്റ്റുഡൻറ്റിൻ്റെ ഡാറ്റ എന്ന് പറയുമ്പോൾ എന്താ, ഒന്ന് റോൾ നമ്പറാണ് വരും. റോൾ നമ്പർ എന്തായിരിക്കും? നമ്പറായിരിക്കും. റോൾ നമ്പർ എന്തായിരിക്കും? നമ്പറായിരിക്കും, 101. പിന്നെ ഒന്ന് വരുന്നത് എന്താ? നെയിം എന്തായിരിക്കും? കുറേ കളക്ഷൻ ഓഫ് ക്യാരക്ടേഴ്സ്, രാജു. പിന്നെന്താ? ഏജ് എന്ന് പറഞ്ഞാൽ എഗെയിൻ എന്താ? നമ്പർ. അതുപോലെ മാർക്സ് എഗെയിൻ നമ്പേഴ്സ്, മാർക്ക് 1, മാർക്ക് 2, മാർക്ക് 3 എന്നൊക്കെ പറയും. അപ്പോൾ ഇതെന്താ? റോൾ നമ്പർ എന്താ? നമ്പറാണ്. നെയിം എന്താണ്? ക്യാരക്ടേഴ്സാണ്. ഏജ് എന്താണ്? എഗെയിൻ ഇൻറ്റിജറാണ്. ദാറ്റ് ഈസ് ഹിയർ ദീസ് ആർ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡാറ്റ ടൈപ്സ്. അപ്പോൾ ഇങ്ങനെ, ബട്ട് ദേ ആർ ലോജിക്കലി റിലേറ്റഡ്. Logically related എന്ന് പറഞ്ഞാൽ ദീസ് ആർ ദ ഡാറ്റ റിലേറ്റഡ് ടു എ സ്റ്റുഡൻറ്റ്. നമ്മുടെ റോൾ നമ്പർ, നെയിം, ഏജ്, അഡ്രസ്സ്, മാർക്സ്, ഇതെല്ലാം
അപ്പോൾ നമ്മളിവിടെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡാറ്റ ഐറ്റംസ് ബട്ട് ദേ ആർ ലോജിക്കലി റിലേറ്റഡ്. അത്തരത്തിലുള്ള ഡാറ്റ ഐറ്റംസിനെ ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, സ്ട്രക്ചർ ഉപയോഗിക്കുന്നത്. അപ്പോൾ എ സ്ട്രക്ചർ ഈസ് യൂസ്ഡ് ടു ഗ്രൂപ്പ്, സ്ട്രക്ചറിൻ്റെ ഡെഫിനേഷൻ എന്താ പറയുക, എ സ്ട്രക്ചർ ഈസ് യൂസ്ഡ് ടു ഗ്രൂപ്പ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡാറ്റ ഐറ്റംസ് ദാറ്റ് ആർ ലോജിക്കലി റിലേറ്റഡ്. അപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് ഡാറ്റ ആവാം, അല്ലെങ്കിൽ എംപ്ലോയിൻ്റെ ഡാറ്റ ആവാം, ഒക്കെ ഡാറ്റ അതിലുള്ള ഡാറ്റ ഐറ്റംസ് എന്താണ്, ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള ഡാറ്റ ഐറ്റംസാണ്. അപ്പോൾ അതിനെ ഒന്നിച്ചൊന്ന് ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, സ്ട്രക്ചർ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉപയോഗിക്കുന്നത്. ഇത് C++ലുള്ള പോർഷനാണ്, എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി നമ്മൾ എങ്ങനെയാണ് ഒരു സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. എ സ്ട്രക്ചർ ഡിക്ലറേഷൻ starts with the keyword struct എന്നുള്ള കീവേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യൽ, സ്ട്രക്ചർ ഡെഫിനിഷൻ സ്റ്റാർട്ട് ചെയ്യുക. സ്ട്രക്ട്, STRUCT. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇത് എല്ലാം ലോവർ കേസാണ്. നിങ്ങളൊന്നും അപ്പർ കേസിൽ ഈ ലെറ്ററുകളൊന്നും എഴുതരുത്. കാരണം C++ൽ ഇപ്പോൾ നിങ്ങൾക്കറിയാം മെയിൻ എഴുതുമ്പോൾ നമ്മൾ ആരും ഒരിക്കലും എന്ത് ചെയ്യില്ല, നമ്മൾ അപ്പർ കേസിൽ എഴുതരില്ല. അപ്പോൾ അതെല്ലാം എന്താ ലോവർ കേസ്. അപ്പോൾ ഇതെന്താ ലോവർ കേസാണ്, കേസ് സെൻസിറ്റീവ്. അപ്പോൾ സ്ട്രക്ട് ദെൻ ഫോളോഡ് ബൈ സ്ട്രക്ചർ നെയിം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളുടെ സ്ട്രക്ചറിൻ്റെ പേര് ഇവിടെ സ്റ്റുഡൻറ്റ് എന്നാണ്. ഓക്കെ, സ്റ്റുഡൻറ്റ്. ദെൻ എന്താ ഒരു ഓപ്പണിംഗ് ബ്രേസ്. ഓക്കെ, ദിസ് ഈസ് struct is the keyword and student is the structure name. Now the body of the structure declaration is enclosed within opening brace and closing brace. ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ സ്ട്രക്ചറിലുള്ള ഡാറ്റ മെമ്പേഴ്സ്, നമ്മൾ നേരത്തെ പറഞ്ഞ ഡാറ്റ മെമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം, നിങ്ങൾക്ക് വേരിയബിൾ ഡിക്ലറേഷനൊക്കെ അറിയാം. അപ്പോൾ എന്താ, ഇപ്പോൾ റോൾ നമ്പർ എന്താ, യൂസ് ഓഫ് ഡാറ്റ ടൈപ്പ് ഇൻറ്റിജർ ഡാറ്റ ടൈപ്പ് വിചാരിക്കും. അപ്പോൾ എന്താ, ഇൻറ്റ്, ഡാറ്റ ടൈപ്പ് ഈസ് ഇൻറ്റ് എന്താ, റോൾ നമ്പർ. ദെൻ നെയിം എന്താ, ക്യാരക്ടർ അരയാണ്. എപ്പോഴും നമ്മൾ ആലോചിക്കണം, നെയിം ഡിക്ലെയർ ചെയ്യുമ്പോൾ ക്യാരക്ടർ ടൈപ്പ് ആയിരിക്കും, പോരാത്തതിന് അരയും കൂടി ആയിരിക്കും. കാരണം വെറും ക്യാരക്ടർ നെയിം എന്ന് പറഞ്ഞ് ഡിക്ലെയർ ചെയ്താൽ അത് ഒരു സിംഗിൾ ക്യാരക്ടർ മാത്രമേ അതിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്കറിയാം, നമ്മളുടെ പേരിൽ ഒരു സിംഗിൾ ക്യാരക്ടർ അല്ല ഉള്ളത്, കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ആ കുറേ ക്യാരക്ടേഴ്സിനെ സ്റ്റോർ ചെയ്യാൻ നമുക്ക് എന്ത് വേണ്ടി വരും, ആ ക്യാരക്ടർ ടൈപ്പ് അരേ വേണ്ടി വരും. അപ്പോൾ ക്യാരക്ടർ നെയിം ഓഫ് 20. അതുപോലെ ഇനി അടുത്തൊരു ഡാറ്റ ആയിട്ടാണ് ഏജ്, ഇൻറ്റിജർ ഏജ്. അപ്പോൾ ഹിയർ നൗ എന്താ, ഹിയർ സ്റ്റുഡൻറ്റ് ഈസ് എ സ്ട്രക്ചർ. Here student is a structure which contains three data items. ഏതൊക്കെയാ, റോൾ നമ്പർ, നെയിം ആൻഡ് ഏജ് ഓഫ് ടൈപ്പ് ഏതൊക്കെയാ, ഇൻറ്റിജർ, ക്യാരക്ടർ ആൻഡ് അഗെയിൻ ഇൻറ്റിജർ റെസ്പെക്റ്റീവ്ലി. ഇത് ക്ലിയർ ആണോ? അപ്പോൾ ദിസ് ഈസ് ദ an example for structure definition. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കും, എന്താ, ഡിഫൈൻ എ സ്ട്രക്ചർ. You are asked to define, പരീക്ഷയ്ക്ക് വരുന്ന ഒരു ക്വസ്റ്റ്യൻ, you are asked to define a structure പിന്നെ സ്റ്റുഡൻറ്റ് വിത്ത് ദ ഫോളോയിങ് മെമ്പേഴ്സ് വിത്ത് ദ ഡാറ്റ ടൈപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത്രയേ ഉള്ളൂ. ക്വസ്റ്റ്യൻ ചിലപ്പോൾ വലുതായിരിക്കും, ഉത്തരമാകത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പറഞ്ഞ എന്താ, സ്ട്രക്ചർ ഡെഫിനിഷൻ സ്റ്റാർട്ട്സ് വിത്ത് ദ കീവേഡ് സ്ട്രക്ട് ഫോളോഡ് ബൈ സ്ട്രക്ചർ നെയിം. ഇത് എന്ത് പേര് വേണമെങ്കിലും ആവാം, ഇത് പക്ഷേ ഒരു സിംഗിൾ വേർഡ് ആയിരിക്കണം എന്ന് മാത്രം. നമുക്ക് ഹൈഫണൊക്കെ പിന്നെ അണ്ടർസ്കോർ ഇടാൻ സിംഗിൾ വേർഡ് ആയിരിക്കണം. അതാണ് പറയുന്നത്, സ്റ്റുഡൻറ്റ്. Then the body of the structure declaration contains the various structure members. The body of the structure declaration contains the declaration of structure members. ഇതിന് പറയുന്ന പേര് സ്ട്രക്ചർ ടാഗ് എന്നാണ് പറയും. സ്ട്രക്ചർ നെയിം അല്ലെങ്കിൽ സ്ട്രക്ചർ ടാഗ് എന്നൊക്കെ പറയും. ഓക്കെ, ദിസ് ഈസ് ദ കീവേഡ് ആൻഡ് ദിസ് ഈസ് സ്ട്രക്ചർ മെമ്പേഴ്സ്. ഓക്കെ, അപ്പോൾ സ്ട്രക്ചർ ഡെഫിനിഷൻ പഠിച്ചു. ഓക്കെ, ഇവിടെ ഒരു സെമിക്കോൾ ഉണ്ട്, സെമിക്കോൾ ഇടാൻ മറക്കരുത്. സ്ട്രക്ചർ ഡെഫിനിഷൻ കഴിഞ്ഞ് ഈ ക്ലോസിംഗ് ബ്രേസ് കഴിഞ്ഞാൽ സെമിക്കോളൻ. നമുക്ക് ഇനി അടുത്തത് ആഫ്റ്റർ ഡിഫൈനിങ് ദ സ്ട്രക്ചർ. അപ്പോൾ സ്ട്രക്ചർ ഡിഫൈൻ ചെയ്തതിന് ശേഷം മെമ്മറി അലോക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ഡിക്ലെയർ സ്ട്രക്ചർ വേരിയബിൾ. അപ്പോൾ എങ്ങനെയാണ് സ്ട്രക്ചർ വേരിയബിൾ ഡിക്ലെയർ ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ സ്ട്രക്ചർ മെമ്പേഴ്സിനെ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ.
അതായത് മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നത് ഈ സ്ട്രക്ചറിൻ്റെ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോഴാണ്. അപ്പോൾ എങ്ങനെ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുക? സാധാരണ നമുക്കറിയാം എങ്ങനെയാണ് നമ്മൾ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുക, ഡാറ്റ ടൈപ്പ് ദെൻ വേരിയബിൾ നെയിം. ഇപ്പോൾ സാധാരണ ഇൻഡിവിജ്വൽ വേരിയബിൾ എങ്ങനെ ഡിക്ലെയർ ചെയ്യുക? ഇൻഡ് എ. അതുപോലെ എങ്ങനെ ഫ്ലോട്ട് വേരിയബിൾ ഡിക്ലെയർ ചെയ്യുക? ഫ്ലോട്ട് ബി. അതുപോലെ ഇവിടെ ഹിയർ ഈ സ്റ്റുഡൻറ്റ് എന്ന് പറയുന്നത് ഇതെന്താണ്? ഇതൊരു ഡാറ്റ ടൈപ്പാണ്. ഇതെന്താണ്? ഒരു ഡാറ്റ ടൈപ്പ്. എന്ത് ഡാറ്റ ടൈപ്പാണ്? യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പാണ്. ഇതെന്താണ്? ഈ യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പാണ്. അപ്പോൾ ഈ ഡാറ്റ ടൈപ്പിൻ്റെ വേരിയബിൾ എങ്ങനെ ഡിക്ലെയർ ചെയ്യുക? അപ്പോൾ എങ്ങനെ? സ്റ്റുഡൻറ്റ് എ എന്താണ്? സ്റ്റുഡൻറ്റ് എ എന്ന് പറഞ്ഞാൽ എന്താണ്? എ ഈസ് എ വേരിയബിൾ. എ ഈസ് എ വേരിയബിൾ ഓഫ് ടൈപ്പ് എന്താണ്? സ്റ്റുഡൻറ്റ്. അപ്പോൾ സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന സ്ട്രക്ചർ ടൈപ്പിൽ പിന്നെ സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന സ്ട്രക്ചറിൻ്റെ ഒരു വേരിയബിളാണ് എന്ത്? എ. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ ഇനി നെക്സ്റ്റ് പോയിന്റ് ഈസ്, അപ്പോൾ എങ്ങനെയാണ് സ്ട്രക്ചർ വേരിയബിൾ ഡിക്ലെയർ ചെയ്യാമെന്ന് മനസ്സിലായി. ഇനി എങ്ങനെ ഈ സ്ട്രക്ചർ മെമ്പേഴ്സിനെ ആക്സസ് ചെയ്യാം? നൗ ദ സ്ട്രക്ചർ മെമ്പേഴ്സ് ക്യാൻ ബി ആക്സസ്ഡ് യൂസിങ് ദിസ് സ്ട്രക്ചർ വേരിയബിൾ. ഈ സ്ട്രക്ചർ വേരിയബിൾ യൂസ് ചെയ്തിട്ട് ആണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ സ്ട്രക്ചർ മെമ്പേഴ്സിനെ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. ദാറ്റ് ഈസ്, ഇപ്പോൾ നമുക്ക് റോൾ നമ്പറും നെയിമും ഏജൊക്കെ റീഡ് ചെയ്യണമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ എങ്ങനെ റീഡ് ചെയ്യേണ്ടി വരും? ഇപ്പോൾ റീഡ് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെൻറ്റ് നമുക്കറിയാം സി ഇൻ. അപ്പോൾ എന്താ, എങ്ങനെ ആക്സസ് ചെയ്യുക? എ ഡോട്ട് റോൾ നമ്പർ. അതുപോലെ സി ഇൻ, അടുത്ത എന്താ? എ ഡോട്ട് നെയിം. അടുത്ത എന്താ? സി ഇൻ എ ഡോട്ട് ഏജ്. അതായത് ഈ സ്ട്രക്ചർ മെമ്പേഴ്സ് ക്യാൻ ബി ആക്സസ്ഡ് യൂസിങ് സ്ട്രക്ചർ വേരിയബിൾ എലോങ് വിത്ത് ഡോട്ട് ഓപ്പറേറ്റർ. ഇവിടുന്ന് നിങ്ങൾക്ക് ഒരു 1 വേർഡ് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. സാധാരണ പരീക്ഷയ്ക്ക് വരാറുണ്ട്. ചോദ്യം എന്താണെന്ന് വെച്ചാൽ സ്ട്രക്ചർ മെമ്പേഴ്സ് ക്യാൻ ബി ആക്സസ്ഡ് യൂസിങ് ഡാഷ് ഓപ്പറേറ്റർ. അപ്പോൾ ഓപ്പറേറ്റർ എന്താണ്? ഒന്നിൽ കുത്തിടുക, ഇല്ലെങ്കിൽ എന്താ? കുത്തല്ല. എന്താണ് ഈ കുത്തിന് പറയുന്ന പേരെന്താണ്? ഡോട്ട് ഓപ്പറേറ്റർ. അപ്പോൾ സ്ട്രക്ചർ മെമ്പേഴ്സ് ക്യാൻ ബി ആക്സസ്ഡ് യൂസിങ് ഡോട്ട് ഓപ്പറേറ്റർ. ഈ ഡോട്ട് ഓപ്പറേറ്ററിൻ്റെ ഇടത് ഭാഗത്ത് എന്താണുള്ളത്? ദാറ്റ് ഈസ് സ്ട്രക്ചർ വേരിയബിൾ. ഈ ഡോട്ട് ഓപ്പറേറ്ററിൻ്റെ വലത് ഭാഗത്തുള്ള എന്താണ്? സ്ട്രക്ചർ മെമ്പർ. അതും ഒരു പ്രാവശ്യം പരീക്ഷയ്ക്ക് വന്നിരുന്നു. വൈൽ ആക്സസിങ് ദ സ്ട്രക്ചർ മെമ്പേഴ്സ് എന്താ? ദ ലെഫ്റ്റ് ഓഫ് ദ ഡോട്ട് ഓപ്പറേറ്റർ ഇസ് ഡാഷ്, അല്ലെങ്കിൽ ദ റൈറ്റ് ഓഫ് ദ ഡോട്ട് ഓപ്പറേറ്റർ ഇസ് ഡാഷ് എന്ന് പറഞ്ഞു വരും. അപ്പോൾ എന്താ? ഡോട്ട് ഓപ്പറേറ്ററിൻ്റെ ഇവിടെ ഇപ്പുറത്ത് പിന്നെ ലെഫ്റ്റിലുള്ളത് എന്താണ്? സ്ട്രക്ചർ വേരിയബിൾ ആണ്. ഡോട്ട് ഓപ്പറേറ്ററിൻ്റെ അപ്പുറം റൈറ്റ് ഭാഗത്തേക്കുള്ളത് എന്താണ്? സ്ട്രക്ചർ മെമ്പേഴ്സ്. അപ്പോൾ സ്ട്രക്ചർ ഡെഫിനിഷൻ പഠിച്ചു, സ്ട്രക്ചർ വേരിയബിൾ എങ്ങനെ ഡിക്ലെയർ ചെയ്യാമെന്ന് പഠിച്ചു, സ്ട്രക്ചർ വേരിയബിൾ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് സ്ട്രക്ചർ മെമ്പേഴ്സ് ആക്സസ് ചെയ്യുക എന്നുള്ളതും പഠിച്ചു. ഇനി നമുക്ക് ഇത് ഒരു പ്രോഗ്രാമായി. ഇതിപ്പോൾ ഒരു സ്ട്രക്ചർ യൂസ് ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാമായി. റൈറ്റ് എ C++ പ്രോഗ്രാം ടു റീഡ് ദ ഡീറ്റെയിൽസ് ഓഫ് എ സ്റ്റുഡൻറ്റ് ആൻഡ് പ്രിൻറ്റ് ദ ഡീറ്റെയിൽസ് ഓഫ് എ സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞാൽ ഇത് എഴുതിയാൽ മതി. ഇനി ഇതിൽ ഹാഷ് ഇൻക്ലൂഡും യൂസിങ് നെയിം സ്പേസും മെയിനൊക്കെ കൊടുത്താൽ മതി. പിന്നെ ഇനി ഇത് പ്രിൻ്റ് ചെയ്യണമെങ്കിൽ സി ഔട്ട് എ ഡോട്ട് റോൾ നമ്പർ, പിന്നെ സി ഔട്ട് എ ഡോട്ട് നെയിം, സി ഔട്ട് എ ഡോട്ട് ഏജ്. ഇത്രയേ ഉള്ളൂ. പിന്നെ ഒരു സ്ട്രക്ചർ വെച്ച് ഒരു പ്രോഗ്രാം എഴുതാനുള്ള. ഇനി ഇതിൽ നമുക്ക് എഴുതാനുള്ള ഇതിൽ വേറെ എന്തുകൂടെ ചേർക്കാനുള്ളൂ? ഇൻറ്റ് മെയിൻ അല്ലേ? ഹാഷ് ഇൻക്ലൂഡ് ഒരു പ്രോഗ്രാമായി ഹാഷ് ഇൻക്ലൂഡ് IO stream dot h, then using name space std, then int main കഴിഞ്ഞു. int main എന്ന് എഴുതി ഓപ്പൺ ബ്രേസറ്റ് ഇതെന്താ ലാസ്റ്റ് റിട്ടേൺ 0 എന്ന് എഴുതിയാൽ ഇതൊരു പ്രോഗ്രാമായി. ഒരു സ്ട്രക്ചർ വെച്ചിട്ടുള്ള ഒരു പ്രോഗ്രാമായി. ഒരു സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്ത് ഒരു സ്ട്രക്ചർ വേരിയബിൾ ഡിക്ലെയർ ചെയ്ത് അത് റീഡ് ചെയ്ത് അതിൻ്റെ വാല്യൂ പ്രിൻ്റ് ചെയ്തു. ഇത് ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഡാറ്റയാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? നമ്മൾ റീഡ് ചെയ്യുന്നതും അതുപോലെ തന്നെ നമ്മൾ പ്രിൻ്റ് ചെയ്യുന്നതും. ഓക്കെ, ഇനി നിങ്ങൾ ചെയ്ത് നോക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ പിന്നെ വീട്ടിലിരുന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു പ്രോഗ്രാം എഴുതി നോക്കുക. സ്ട്രക്ചർ യൂസ് ചെയ്തിട്ട് ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഡാറ്റ റീഡ് ചെയ്ത് പ്രിൻ്റ് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാം നിങ്ങൾ സ്വന്തമായി ചെയ്ത് സിസ്റ്റത്തിൽ ചെയ്ത് അത് എക്സിക്യൂട്ട് ചെയ്ത് റിസൾട്ട് കിട്ടുന്നത് നോക്കുക. ഓക്കെ, ഇനി ഇപ്പോൾ ഇത് ഒരു സ്റ്റുഡൻറ്റ്, നമ്മൾ 2 സ്റ്റുഡൻറ്റിൻ്റെ ആണെങ്കിലോ
2 സ്റ്റുഡൻറ്റ് ഡാറ്റ വേണം. അപ്പോൾ 2 സ്റ്റുഡൻറ്റ് ഡാറ്റ ആകുമ്പോൾ നമ്മൾ എന്ത് വേണം? ഇപ്പോൾ നമുക്ക് 2 നമ്പർ സ്റ്റോർ ചെയ്യണം. ഇപ്പോൾ ഒരു ഇൻഡിവിജ്വൽ വേരിയബിൾ 2 നമ്പർ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. ഒരു വേരിയബിളിൽ 1 നമ്പർ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ 2 നമ്പർ സ്റ്റോർ ചെയ്യണം, നമ്മൾ രണ്ട് വേരിയബിൾ ഡിക്ലെയർ ചെയ്യണം. അപ്പോൾ ഇവിടെ അതുപോലെ തന്നെ എന്താ 2 സ്റ്റുഡൻറ്റ് ഡാറ്റ സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 2 വേരിയബിൾ ഡിക്ലെയർ ചെയ്യണം. 2 വേരിയബിൾ. യു ഗോട്ട് ദ ഐഡിയ? അപ്പോൾ എ ഡോട്ട് റോൾ നമ്പർ, എ ഡോട്ട് നെയിം, എ ഡോട്ട് ഏജ് ആണ് ഒരു സ്റ്റുഡൻറ്റ് ഡാറ്റ. അടുത്ത സ്റ്റുഡൻറ്റ് ഡാറ്റ ഏതിലാണ് സ്റ്റോർ ചെയ്യുക? ബി ഡോട്ട് റോൾ നമ്പർ, പിന്നെന്താ ബി ഡോട്ട് നെയിം, അതുപോലെ ബി ഡോട്ട് ഏജ്. ഇതാണ് അടുത്ത സ്റ്റുഡൻറ്റ്. മൂന്നാമത്തെ സ്റ്റുഡൻറ്റ് ഉണ്ടെങ്കിൽ എ ബി എന്താ സി. അപ്പോൾ എന്താ സി ഡോട്ട് റോൾ നമ്പർ, സി ഡോട്ട് നെയിം, സി ഡോട്ട് ഏജ്. ഇത് ഈ ബി എന്നുള്ള ഭാഗത്തൊക്കെ എന്ത് വരും? സി വരും. അങ്ങനെയാണ് അത് പോകുന്നത്. ഓക്കെ. അപ്പോൾ ഇനി നമുക്കെന്താ, ഇനി നോർമലായിട്ട് നമുക്ക് 10 കുട്ടികളുടെ ഡാറ്റ വേണം. എന്താണ്? 10 കുട്ടികളുടെ ഡാറ്റ നമുക്ക് എന്ത് ചെയ്യണം? സ്റ്റോർ ചെയ്യാം. 10 കുട്ടികളുടെ ഡാറ്റ സ്റ്റോർ ചെയ്യണം. നമ്മൾ എന്ത് ചെയ്യണം? 10 വേരിയബിൾ ഡിക്ലെയർ ചെയ്യേണ്ടി വരും. ശരിയല്ലേ? എ ബി സി ഡി ഇ എഫ് ജി എന്നാണ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വീണ്ടും നമ്മൾ എന്തിലേക്ക് പോകുന്നത്? അരയിലോട്ട് പോകുന്നത്. എന്തിൻ്റെ അരേ? സ്ട്രക്ചറിൻ്റെ അരേ. അതായത് എങ്ങനെ നമ്മൾ അരേ ഡിക്ലെയർ ചെയ്യുക നമുക്കറിയാം. അപ്പോൾ എങ്ങനെ? സ്റ്റുഡൻറ്റ് എന്താ എ ഓഫ് 10, സ്റ്റുഡൻറ്റ് എ ഓഫ് 10 എന്ന് പറഞ്ഞിട്ട് ഡിക്ലെയർ ചെയ്താൽ മതി. അപ്പോൾ എന്തായി? എ ഈസ് ആൻ അരേ. എ ഈസ് ആൻ അരേ ഓഫ് സൈസ് 10. ഓഫ് സൈസ് 10. ഇപ്പോൾ അരേ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അരേക്ക് നമ്മൾ കൊടുക്കേണ്ടത് സ്ക്വയർ ബ്രാക്കറ്റാണ്. എന്താണ്? സ്ക്വയർ ബ്രാക്കറ്റാണ്. ഈ ഫംഗ്ഷൻ നമ്മൾ ഈ പരാന്തസിസ് അല്ല. ദാറ്റ് ഈസ് സ്ക്വയർ ബ്രാക്കറ്റ്. ആൻഡ് ദിസ് ഈസ് ദ സൈസ് ഓഫ് ദ അരേ. ദിസ് ഈസ് ദ സൈസ് ഓഫ് ദ അരേ. ഇപ്പോൾ ഇവിടെ നമുക്ക് 10 സ്റ്റുഡൻറ്റിൻ്റെ 10 വിദ്യാർത്ഥികളുടെ റോൾ നമ്പറും നെയിമും ഏജും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റോർ ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് അതിൻ്റെ മെമ്മറി അലൊക്കേഷൻ എങ്ങനെ വരിക? നമുക്കറിയാം. എങ്ങനെ വരിക? ഇപ്പോൾ ഫസ്റ്റ് സ്റ്റുഡൻറ്റിൻ്റെ ഡാറ്റ എവിടെ സ്റ്റോർ ചെയ്യുക? എ ഓഫ് 0 ഡോട്ട് റോൾ നമ്പർ. അടുത്ത എന്താ? എ ഓഫ് 0 ഡോട്ട് നെയിം. അടുത്ത എന്താ? എ ഓഫ് 0 ഡോട്ട് ഏജ്. ഇതാണ് ഒന്നാമത്തെ സ്റ്റുഡൻറ്റിൻ്റെ റോൾ നമ്പർ, നെയിമും ഏജൊക്കെ. അടുത്ത സ്റ്റുഡൻറ്റ് എന്ത് വരും? 0 മാറി എന്താവും? 1. നമുക്കറിയാം അരയിൽ പിന്നെ സി പ്ലസിൽ അരയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന അരേ ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്? 0 എന്നാണ്. അപ്പോൾ അതുകൊണ്ട് എ ഓഫ് 0. ഇനി അടുത്ത എന്താ? എ ഓഫ് 1 ഡോട്ട് റോൾ നമ്പർ. അടുത്ത എന്താ? എ ഓഫ് 1 ഡോട്ട് നെയിം. അടുത്ത എ ഓഫ് 1 ഡോട്ട് ഏജ്. ഇനി അടുത്തത് മൂന്നാമത്തെ കുട്ടി എവിടെ വരും? എ എഫ് 2 ഡോട്ട് റോൾ നമ്പർ, എ എഫ് 2 ഡോട്ട് നെയിം, എ എഫ് 2 ഡോട്ട്. അടുത്തത് എ എഫ് 3. എങ്ങനെ? എ എഫ് 4, 5, 6, 7, 8 ഏതുവരെ പോകും? എവിടെ അവസാനിക്കും? എ എഫ് 9. 10ാമത്തെ കുട്ടി എവിടെ സ്റ്റോർ ചെയ്യും? എ എഫ് 9 ഡോട്ട് റോൾ നമ്പർ, എ എഫ് 9 ഡോട്ട് നെയിം, എ എഫ് ഡാൻ. ഇപ്പോൾ ഇവിടെ മാറുന്നത് എന്തേ മാറുന്നുള്ളൂ? ഇത് മാത്രമേ മാറുന്നുള്ളൂ. ഏത്? നമ്മളുടെ ഈ പൊസിഷൻ, ഈ ഇൻഡെക്സ് വാല്യൂ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? മാറുന്നുള്ളൂ. അപ്പോൾ നമുക്ക് 10 സ്റ്റുഡൻറ്റ് ഡാറ്റ റീഡ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? ആദ്യത്തെ സ്റ്റുഡൻറ്റ് ഡാറ്റ റീഡ് ചെയ്യാൻ 0 വെച്ച് റീഡ് ചെയ്യുക. രണ്ടാമത്തെ സ്റ്റുഡൻറ്റ് ഡാറ്റ റീഡ് ചെയ്യാൻ 1 ആക്കുക. അപ്പോൾ ഇതെന്ത് ചെയ്യുക? ഇതൊരു വേരിയബിൾ ആക്കിയാൽ മതി. ഈ 0 പിന്നെ അതെന്താക്കുക? 1 ആക്കുക, പിന്നെ എന്താക്കുക? 2 ആക്കുക, പിന്നെ എന്താക്കുക? 3 ആക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ ഒരു ലൂപ്പിലിട്ട് കൊടുത്താൽ മതി. നമുക്കറിയാം ലൂപ്പ് അറിയാം. വൈൽ ലൂപ്പോ അല്ലെങ്കിൽ ഫോർ ലൂപ്പോ ഏതെങ്കിലും ലൂപ്പിലിട്ട് കൊടുത്താൽ മതി. അപ്പോൾ എങ്ങനെ നമ്മളിപ്പോൾ 10 സ്റ്റുഡൻറ്റ് ഡാറ്റ റീഡ് ചെയ്ത് പ്രിൻറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യും? എങ്ങനെ പ്രോഗ്രാം ചെയ്യണം? അപ്പോൾ എങ്ങനെയാണ്? ഇപ്പോൾ ഫോർ ലൂപ്പ്. ഞാൻ ഇതേ പ്രോഗ്രാം തന്നെ മോഡിഫൈ ചെയ്യണം. 4 i is equal to 0, i less than 10, i plus plus. നമുക്കറിയാം എന്താ? സി ഇൻ എന്താ? എ ഓഫ് ഐ ഡോട്ട് റോൾ നമ്പർ. പിന്നെന്താ? സി ഇൻ എ ഓഫ് ഐ ഡോട്ട് നെയിം. അടുത്ത എന്താ? സി ഇൻ എ ഓഫ് ഐ ഡോട്ട് ഏജ്. ഇപ്പോൾ ഇതെന്തായി? ഇപ്പോൾ ഈ ഒരു ലൂപ്പ് മൊത്തം വർക്ക് ചെയ്യുമ്പോഴേക്കും നമ്മളതെന്തായി? 10 സ്റ്റുഡൻറ്റ് ഡാറ്റ നമ്മളെ കയ്യിൽ കിട്ടി. ഇവിടെ നോക്കുക, ഐ നമ്മൾ വേരിയബിൾ, ഇപ്പോൾ ഐ എന്ന് പറഞ്ഞാൽ വേരിയബിൾ ഡിക്ലെയർ ചെയ്യണം. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് ഡിക്ലെയർ ചെയ്യാം. അപ്പോൾ ഇൻറ്റ് ഐ എന്ന് കൊടുത്താൽ ഐ ഈക്വൽ ടു 0. ഐ 0 ലെസ് ദാൻ 10 അല്ലേ? 0 ലെസ് ദാൻ 10 ആണ്. യെസ്, 0 ലെസ് ദാൻ 10 ആകുമ്പോൾ എന്ത് ചെയ്തു? കണ്ടീഷൻ ട്രൂ. ലൂപ്പിൻ്റെ ഉള്ളിലേക്ക് കടന്നു. എന്ത് സംഭവിക്കും? എ ഓഫ് 0, ഐ 0 ആണ്. എ ഓഫ് 0 ഡോട്ട് റോൾ നമ്പർ, സി ഇൻ എ ഓഫ് 0 ഡോട്ട് നെയിം, സി ഇൻ എ ഓഫ് 0 ഡോട്ട് ഏജ്. ഇത് മൂന്നും എന്ത് ചെയ്തു? റീഡ് ചെയ്തു. അപ്പോൾ ഫസ്റ്റ് സ്റ്റുഡൻറ്റ് ഡാറ്റയായി. പിന്നെ എന്താ? ലൂപ്പാണ്. ഈ ലൂപ്പ് ക്ലോസ് ചെയ്തപ്പോൾ എന്ത് ചെയ്യും? ലൂപ്പ് എന്ത് ചെയ്യും? ഇൻക്രിമെൻറ്റ് ചെയ്യും. ദ വാല്യൂ ഓഫ് ദ ലൂപ്പ് വേരിയബിൾ ഈസ് ഇൻക്രിമെൻറ്റഡ് ബൈ 1. ഐ എന്താ? 1 ആവും. 1 ലെസ് ദാൻ 10 അല്ലേ? 1 ലെസ് ദാൻ 10. എഗെയിൻ ഇവിടെ കണ്ടീഷൻ ചെക്ക് ചെയ്യും. 1 ലെസ് ദാൻ 10 ആണ്. അപ്പോൾ എന്താ? എ ഓഫ് 1
വൺ ഡോട്ട് റോൾ നമ്പർ. അഗെയിൻ കണ്ടീഷൻ ട്രൂ. എ ഓഫ് വൺ ഡോട്ട് റോൾ നമ്പർ, എ ഓഫ് വൺ ഡോട്ട് നെയിം, എ ഓഫ് വൺ ഡോട്ട്. അടുത്ത കുട്ടി റീഡ്. അടുത്ത I plus plus 1, I equal to I plus 1. I becomes 2 ആവും. 2 less than 10, yes. A of 2 dot roll number, 2 dot name, 2 dot age. അപ്പോൾ അങ്ങനെ ഇതുവരെ പോകും, 9 വരെ പോകും. 9 less than 10, yes. A of 9, A of 9 dot name, A of 9 dot age. അപ്പോൾ അങ്ങനെ 10 സ്റ്റുഡൻറ്റ് ഡാറ്റ മൊത്തം എന്ത് ചെയ്തു, റീഡ് ചെയ്തു. ഇനി ഇതെന്ത് ചെയ്താൽ മതി, 10 സ്റ്റുഡൻറ്റ് ഡാറ്റ പ്രിൻറ്റ് ചെയ്യുക. നമ്മൾ റീഡിങ്ങും പ്രിൻറ്റിങ്ങും ഒന്നിച്ച് കൊടുക്കണ്ട, അപ്പോൾ വേറെ ലൂപ്പായിട്ട് കൊടുക്കുക. ഇൻപുട്ടർ സെക്ഷൻ, ഔട്ട്പുട്ടർ സെക്ഷൻ. സാധാരണ നമ്മൾ പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യേണ്ടത്. ഇത് ഇൻപുട്ടർ സെക്ഷൻ, പ്രോസസ്സിംഗ് സെക്ഷൻ, ഔട്ട്പുട്ടർ സെക്ഷൻ. ഇവിടെ ഇൻപുട്ട് ചെയ്തു. ഇനി എന്താ അടുത്ത എന്താ, ഇതിൻ്റെ വാല്യൂസ് നമുക്ക് മോണിറ്ററിൽ കാണാം. ഇതിപ്പോൾ നമ്മൾ കീബോർഡിൽ നിന്ന് റീഡ് ചെയ്തു, മെമ്മറിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, സ്റ്റോർ ചെയ്തിട്ടുണ്ട്, റാമിൽ സ്റ്റോർ ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യണം, അത് മെമ്മറിയിൽ നിന്ന് റീഡ് ചെയ്ത് നമ്മൾ എന്തെങ്കിലും പ്രിൻറ്റ് ചെയ്യണം, മോണിറ്ററിൽ പ്രിൻറ്റ് ചെയ്യണം. എങ്ങനെ മോണിറ്ററിൽ പ്രിൻറ്റ് ചെയ്യാം, വീണ്ടും ഇത് 10 കുട്ടികൾക്ക് വേണം. അപ്പോൾ എന്താ, വീണ്ടും എഗെയിൻ ലൂപ്പ് ഇടുക. ഫോർ I is equal to 0, I less than 10, I plus plus. സി എന്നുള്ളതിന് പകരം എന്ത് കൊടുത്താൽ മതി, സി ഔട്ട്. എപ്പോഴും ശ്രദ്ധിക്കുക, സി ഔട്ട് എന്ന് കഴിഞ്ഞാൽ ഈ 2 ഓപ്പറേറ്ററാണ്. സീന് ഇങ്ങനെ പല കുട്ടികളും പരീക്ഷയ്ക്ക് തെറ്റിച്ച് കാണുന്ന ഒരു സാധനമാണ്. അപ്പോൾ സി ഔട്ട് എന്താ, എ ഓഫ് എന്താ I ഡോട്ട് റോൾ നമ്പർ, പിന്നെന്താ സി ഔട്ട് എന്താ എ ഓഫ് I ഡോട്ട് നെയിം, അതുപോലെ സി ഔട്ട് എന്താ എ ഓഫ് I ഡോട്ട് ഏജ്. അപ്പോൾ നമ്മളിവിടെ 10 സ്റ്റുഡൻറ്റിൻ്റെ ഡാറ്റ റീഡ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്തു, പ്രിൻ്റ് ചെയ്തു. ഇതാണ് ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇത് നിങ്ങൾ പ്രാക്ടിക്കലിൽ ഉണ്ടായിട്ടുണ്ടാവും. സ്ട്രക്ചർ വെച്ചിട്ടൊരു പ്രോഗ്രാം. ഇത് ഇനി നിങ്ങൾക്കുള്ളൊരു അസൈൻമെൻറ്റ് പോലെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇതിൽ നമുക്ക് ഇനി റോൾ നമ്പർ, നെയിം, ഏജ്, ഇത് കൂടാതെ 3 സബ്ജക്റ്റിൻ്റെ മാർക്കുകളും ടോട്ടൽ മാർക്കിനുള്ള ഒരു വേരിയബിൾ കൂടെ ഡിക്ലെയർ ചെയ്യാം. നിങ്ങൾ ചെയ്താൽ മതി, ഞാനതിൽ ഫുള്ള് കാണിക്കുന്നില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിൽ ഈ സ്ട്രക്ചർ മാറ്റുക. സ്ട്രക്ചർ എന്തൊക്കെയാക്കുക, ഇതിൽ എന്തൊക്കെ കൂട്ടുക, ഇൻറ്റിജർ എന്തൊക്കെ, ഫിസിക്സ്, പിന്നെന്താ കെമിസ്ട്രി, പിന്നെന്താ മാത്സ്, 3 എണ്ണം. നമുക്ക് കമ്പ്യൂട്ടർ സയൻസ്, ഇംഗ്ലീഷ്, മലയാളമൊക്കെ നമുക്ക് കൂട്ടാം. ഇവിടെ ഞാൻ ഫോർ എക്സാമ്പിൾ ഇത് മാത്രം. പിന്നെ അതുപോലെ ടോട്ടൽ, ഇൻറ്റിജർ എന്താ ടോട്ടൽ എന്ന് പറയുന്ന വേരിയബിൾ. ഇനി നിങ്ങൾ റീഡ് ചെയ്യുന്ന സമയത്ത് റോൾ നമ്പർ, നെയിം, ഏജ് കൂടാതെ ഏത് കൂടെ റീഡ് ചെയ്യുക, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സും കൂടെ ഇവിടെ റീഡ് ചെയ്യുക. ഓക്കെ, ടോട്ടൽ റീഡ് ചെയ്യണ്ട. ടോട്ടൽ എന്ത് ചെയ്യണം, നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. ടോട്ടൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക, അപ്പോൾ ഇതിങ്ങനെ 10 കുട്ടികളുടെ 4 ലൂപ്പിലാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇനി അടുത്തൊരു 4 ലൂപ്പിൽ റീഡിങ് മാത്രം ഒരു സെക്ഷൻ. അപ്പോൾ ഇതിൽ ചേർക്കേണ്ടത് എന്താണ്, ഈ സി ഇൻ ഫിസിക്സ്, സി ഇൻ കെമിസ്ട്രി, സി ഇൻ മാത്സ്, ഇത് മാത്രം. ഇനി എങ്ങനെ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് ഈ ഒരു സാധനം കഴിഞ്ഞ് ഇതിന് ശേഷം ഞാൻ ഇവിടെ എഴുതണം, നമ്മളെന്ത് ചെയ്യുക, വീണ്ടും 4 ലൂപ്പ് ഇടുക. 4 I is equal to 0, I less than 10, I plus plus. എന്താ ചെയ്യേണ്ടത്, എ ഓഫ് I ഡോട്ട് ടോട്ടൽ മാർക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക, എ ഓഫ് I ഡോട്ട് എന്താ ഫിസിക്സ്, എ ഓഫ് I ഡോട്ട് ഫിസിക്സ് പ്ലസ് എ ഓഫ് I ഡോട്ട് കെമിസ്ട്രി, ഇത് ഒറ്റ ലൈനായിട്ട് എഴുതണം, പ്ലസ് എ ഓഫ് I ഡോട്ട് മാത്സ്. അപ്പോൾ എന്തായി, ഫസ്റ്റ് 0 I 0 ആകുമ്പോൾ 0th സ്റ്റുഡൻറ്റിൻ്റെ ടോട്ടൽ മാർക്ക് എങ്ങനെ കിട്ടി, 0th സ്റ്റുഡൻറ്റിൻ്റെ ഫിസിക്സിൻ്റെ മാർക്കും 0th സ്റ്റുഡൻറ്റിൻ്റെ കെമിസ്ട്രിയുടെ മാർക്കും 0th സ്റ്റുഡൻറ്റിൻ്റെ മാത്സിൻ്റെ മാർക്കും കൂടെ കൂട്ടിയതാണ് 0th സ്റ്റുഡൻറ്റിൻ്റെ ടോട്ടൽ മാർക്ക്. പിന്നെ അടുത്ത എന്താ ലൂപ്പാണ്, I equal to I plus 1 ആവും, I 1 ആവും, 1 less than 10 ആണ്. എ ഓഫ് 1 ഡോട്ട് ടോട്ടൽ, അതായത് അടുത്ത കുട്ടി, രണ്ടാമത്തെ കുട്ടി, അല്ലെങ്കിൽ നമ്മൾ 0th കുട്ടി എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കുട്ടിയാണ്. ഈ രണ്ടാമത്തെ കുട്ടി ഏതാ വരിക, എ ഓഫ് 1ലാണ് വരിക. അപ്പോൾ എ ഓഫ് 1 ഡോട്ട് ടോട്ടൽ എന്ന് പറഞ്ഞാൽ എ ഓഫ് 1 ഡോട്ട് ഫിസിക്സിൻ്റെ കൂട്ട, എ ഓഫ് 1 ഡോട്ട് കെമിസ്ട്രി കൂട്ട, എ ഓഫ് ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, ടോട്ടൽ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഇത് പ്രിൻറ്റ് ചെയ്യുക. വീണ്ടും എന്താ പ്രിൻറ്റ് ചെയ്യുമ്പോൾ ഇതിൽ എന്ത് ചെയ്യുക, സി ഔട്ട് എന്താ എ ഓഫ് I ഡോട്ട് ഫിസിക്സും കെമിസ്ട്രി മാത്സും പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ പ്രിൻറ്റ് ചെയ്യുക, ടോട്ടൽ പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ ടോട്ടലും കൂടെ എന്ത് ചെയ്യുക, പ്രിൻറ്റ് ചെയ്യുക. ഇനി നിങ്ങൾക്കിത് വീണ്ടും മോഡിഫൈ ചെയ്യാം. അപ്പോൾ എന്താ, ടോട്ടൽ ഗ്രേറ്റർ ദാൻ 80 ആണെങ്കിൽ എന്താ ഡിസ്റ്റിങ്ഷൻ, അല്ലെങ്കിൽ എ ഓഫ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 60 ആൻഡ് അങ്ങനെ നമുക്ക് എന്താ പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്തിട്ടോ ഈഫ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്കൊരു മാർക്ക് ലിസ്റ്റൊക്കെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഇതാണ് ഇപ്പോൾ നമ്മൾ 10 സ്റ്റുഡൻറ്റിൻ്റെ ഇതിൽ നമ്മൾ എഴുതി, ഇവിടെ നമ്മൾ സ്ട്രക്ചർ വേരിയബിൾ ഡിക്ലെയർ ചെയ്യണം, അത് മറക്കരുത്. സ്റ്റുഡൻറ്റ് എ ഓഫ് 10, ഇത് സ്ട്രക്ചർ ഡെഫിനേഷൻ കഴിഞ്ഞിട്ടാണ് സ്ട്രക്ചർ വേരിയബിൾ ഡിക്ലെയർ എന്നുള്ളത്. സ്ട്രക്ചറിൻ്റെ പേര് ഇവിടെ കൊടുത്ത് വേരിയബിൾ ഡിക്ലെയർ ചെയ്താൽ മതി. ഇനി ഇതല്ലാതെ തന്നെ സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, സ്ട്രക്ചർ വേരിയബിൾ ഡിക്ലെയർ ചെയ്യാം. അപ്പോൾ ഇത് സ്ട്രക്ചർ ഡെഫിനേഷൻ കഴിഞ്ഞോടുകൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ഇങ്ങനെ ഡിക്ലെയർ ചെയ്യാം.
അപ്പോൾ സ്ട്രക്ചർ ഡെഫിനിഷൻ്റെയോടൊപ്പം തന്നെ സ്ട്രക്ചർ വേരിയബിളും കൂടെ ഡിക്ലെയർ ചെയ്യും. ഇത് ആരെയാണെങ്കിൽ ഇങ്ങനെ ഡിക്ലെയർ ചെയ്യും. അതല്ല സ്ട്രക്ചർ ഡെഫിനിഷൻ കഴിഞ്ഞിട്ട് സ്ട്രക്ചർ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ അങ്ങനെ ഇത് സ്ട്രക്ചർ ഡെഫിനിഷൻ കഴിഞ്ഞു, പിന്നെ സ്ട്രക്ചർ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്ന സ്റ്റുഡൻറ്റ് എന്താ ഈ സ്ട്രക്ചറിൻ്റെ പേര് ദെൻ സ്റ്റുഡൻറ്റ് A of 10. ഓക്കെ, അപ്പോൾ ഇത്രയാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് സ്ട്രക്ചർ ഡിസ്കസ് ചെയ്തു, സ്ട്രക്ചറിൻ്റെ ഡെഫിനിഷൻ, എങ്ങനെയാണ് സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യാമെന്ന് പറഞ്ഞു, സ്ട്രക്ചർ കീവേഡ് എന്നൊക്കെ പറഞ്ഞല്ലോ, എങ്ങനെയാണ് സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യാമെന്ന് പറഞ്ഞു, എങ്ങനെ സ്ട്രക്ചർ വേരിയബിൾ ഡിക്ലെയർ ചെയ്യാമെന്ന് പറഞ്ഞു, പിന്നെന്താ സ്ട്രക്ചർ അരേ പറഞ്ഞു, എങ്ങനെയാണ് നമ്മൾ റീഡ് ചെയ്യുക, എങ്ങനെയാണ് പ്രോസസ്സ് ചെയ്യുക, എങ്ങനെയാണ് പ്രിൻറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ പറഞ്ഞു. ഇനി അതിൻ്റെ അടുത്ത ടോപ്പിക്ക് നെസ്റ്റഡ് സ്ട്രക്ചറാണ്. അത് ചിലപ്പോൾ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് വരാറുണ്ട്. നെസ്റ്റഡ് സ്ട്രക്ചർ എന്താ, നിങ്ങൾ നെസ്റ്റഡ് ലൂപ്പ്, നെസ്റ്റഡ് ഈഫ് കണ്ടീഷനൊക്കെ കേട്ടിട്ടുണ്ടാകും. എന്താ നെസ്റ്റഡ് എന്ന് പറയുമ്പോൾ എന്താ, പിന്നെ നെസ്റ്റഡ് ലൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ലൂപ്പിൻ്റെ ഉള്ളിൽ മറ്റൊരു ലൂപ്പ്. നെസ്റ്റഡ് ഈഫ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ഈഫിൻ്റെ ഉള്ളിൽ മറ്റൊരു ഈഫ്. അപ്പോൾ നെസ്റ്റഡ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു സ്ട്രക്ചറിൻ്റെ ഉള്ളിൽ വേറെ ഒരു സ്ട്രക്ചറിനെ ഡിക്ലെയർ ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്, നമ്മൾ നെസ്റ്റഡ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ ഞാൻ ഇവിടെ പറഞ്ഞുതരാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് DOB, ഡേറ്റ് ഓഫ് ബർത്ത് എന്നുള്ള ഒരു സ്ട്രക്ചർ ഉണ്ട്. ഓക്കെ, ഇതിലെന്തൊക്കെയുണ്ട്, ഇതിൽ ഇൻറ്റിജർ എന്താ ഡേറ്റ് എന്നുള്ളൊരു സ്ട്രക്ചർ നമ്പറാണ്. പിന്നെന്താ ക്യാരക്ടർ, മന്ത്, മാസത്തിൻ്റെ പേര് സ്റ്റോർ ചെയ്യുക, മന്ത് ഓഫ് 10. പിന്നെന്താ ഇൻറ്റിജർ ഇയർ. ഇത് ഒരു സ്ട്രക്ചറാണ്. ഓക്കെ, ഇനി നമ്മൾ ആദ്യം എഴുതിയൊരു സ്ട്രക്ചർ ഏതാ, സ്റ്റുഡൻറ്റ്. ഇതിലെന്തൊക്കെ ഉണ്ട്, ഇതിൽ നമ്മൾ ഇൻറ്റിജർ ഏതൊക്കെയാണ്, റോൾ നമ്പർ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത്, ക്യാരക്ടർ എന്തൊക്കെയാണ്, നെയിം ഓഫ് 20, പിന്നെന്താ ഇൻറ്റിജർ ഏജ് എന്നുണ്ട്. ഇത് നമ്മളെ പഴയ ആ സ്ട്രക്ചർ മെമ്പേഴ്സ്. കൂടാതെ ഈ സ്ട്രക്ചറിന്, ഇത് വേറെ സ്ട്രക്ചറാണ്, ഈ സ്ട്രക്ചറിനെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഡിക്ലെയർ ചെയ്യും, പുറത്തല്ല ഉള്ളിൽ. ഇപ്പോൾ DOB, ഈ സ്ട്രക്ചറിൻ്റെ പേര് DOB, സ്ട്രക്ചർ വേരിയബിൾ ഫോർ എക്സാമ്പിൾ X ആണ് ഉദ്ദേശിച്ചത്. അപ്പോൾ DOB X ഈ സ്ട്രക്ചർ. അപ്പോൾ ഇവിടെ ചെയ്തത് എന്താ, പുറത്ത് ഒരു സ്ട്രക്ചറിനെ, വേറെ ഒരു സ്ട്രക്ചറിനെ നമ്മൾ എന്ത് ചെയ്തു, ഈ ഒരു സ്ട്രക്ചറിൻ്റെ ഉള്ളിൽ ഡിക്ലെയർ ചെയ്തു. ഇതിനെയാണ്, ഈ ഒരു കൺസെപ്റ്റിനാണ് നമ്മൾ എന്ത് പറയുന്നത്, നെസ്റ്റഡ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. എന്താണ് നെസ്റ്റഡ് സ്ട്രക്ചർ. ഇപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇതിപ്പോൾ നമ്മൾ സ്റ്റുഡൻറ്റ് A എന്ന് പറഞ്ഞ് സ്ട്രക്ചർ വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. ഇനി നമ്മളെങ്ങനെ വൈൽ ആക്സസിങ് ദ സ്ട്രക്ചർ മെമ്പേഴ്സ് എങ്ങനെ ആക്സസ് ചെയ്യാം, ഈ മെമ്പേഴ്സിനെ എങ്ങനെ ആക്സസ് A ഡോട്ട് റോൾ നമ്പർ, പിന്നെന്താ A ഡോട്ട് നെയിം, എങ്ങനെ A ഡോട്ട് റോൾ നമ്പർ, ഇപ്പോൾ റീഡ് ചെയ്യുമ്പോൾ CIN, പിന്നെന്താ A ഡോട്ട് നെയിം, പിന്നെന്താ A ഡോട്ട് ഏജ്. ഇനി ഇത് ആക്സസ് ചെയ്യണം, ഈ ഡേറ്റും മന്തും ഇയറും ആക്സസ് ചെയ്യണമെങ്കിൽ എങ്ങനെ ആക്സസ് ചെയ്യണം, ഈ ഡേറ്റ് മന്ത് ഇയർ എന്ന് പറയുന്നത് DOB എന്ന് പറയുന്ന സ്ട്രക്ചറിൻ്റെ മെമ്പറാണ്. ഈ DOB ഏതിൻ്റെ ഉള്ളിലാണ്, ഈ സ്റ്റുഡൻറ്റ് എന്ന് പറയുന്നതിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ ഇതിനെങ്ങനെ ആക്സസ് ചെയ്യുക, A ഡോട്ട് എങ്ങനെ A ഡോട്ട് ഈ സ്ട്രക്ചർ വേരിയബിൾ എന്താ X ആണ്. അപ്പോൾ എന്താ A ഡോട്ട് X ഡോട്ട് ഡേറ്റ്, അതുപോലെ പിന്നെന്താ A ഡോട്ട് X ഡോട്ട് മന്ത്, പിന്നെന്താ A ഡോട്ട് X ഡോട്ട് ഇയർ. ഇങ്ങനെയാണ് ആക്സസ് ചെയ്യുക. ഇനി വേറൊരു സ്ട്രക്ചറുണ്ട്, വേറെ അഡ്രസ് എന്ന് പറയുന്ന സ്ട്രക്ചറിൻ്റെ വിചാരിക്കുക, അഡ്രസ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറുണ്ട്. ഇതിൽ സ്ട്രക്ചർ എന്താ, പിന്നെ ക്യാരക്ടർ എന്താ ഇൻറ്റിജർ ഹൗസ് നമ്പർ, പിന്നെന്താ ക്യാരക്ടർ, പിന്നെ എന്താ സിറ്റി ഓഫ് 20, ഇങ്ങനെ ഉണ്ടാവും. രണ്ടെണ്ണം നമുക്ക് ഹൗസ് നെയിമോ പിന്നെ ലോങ്ങിൻ്റെ പിന്നൊക്കെ കൊടുക്കാം, ജസ്റ്റ് രണ്ടെണ്ണം കൊടുത്തുള്ളൂ. ഇതിൻ്റെ ഒരു അഡ്രസ്, ഇപ്പോൾ ഇത് വേണമെങ്കിൽ ഇവിടെ എന്താ അഡ്രസ് എന്താ Y എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതിനെങ്ങനെ ആക്സസ് ചെയ്യാം, A ഡോട്ട് Y ഡോട്ട് ഹൗസ് നമ്പർ, പിന്നെ A ഡോട്ട് Y ഡോട്ട് സിറ്റി, ഇങ്ങനെയാണ് ആക്സസ് ചെയ്യുക. അപ്പോൾ ഇതിനെയാണ് എന്ത് പറയുന്നത്, നെസ്റ്റഡ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി നെസ്റ്റഡ് സ്ട്രക്ചർ നമുക്ക് സ്ട്രക്ചറിൻ്റെ ഉള്ളിൽ തന്നെ വേറെ സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യുന്ന പോലെയും എഴുതാം. അപ്പോൾ ഈ സ്റ്റുഡൻ്റ് എന്ന് എഴുതി, ഇത് ഒരു മെത്തേഡാണ്. ഇനി ഈ DOB വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ തന്നെ എഴുതാം, DOB. ഇതേ സാധനങ്ങളൊക്കെ ഇവിടെ എഴുതാം, ഇൻറ്റിജർ ഡേറ്റ്, പിന്നെന്താ ക്യാരക്ടർ, മന്ത് ഓഫ് 20, പിന്നെന്താ ഇൻറ്റിജർ ഇയർ, ഇവിടെ എഴുതാം.
ഇവിടെ എഴുതുമ്പോൾ ഇവിടെ തന്നെ ഇതെന്ത് ചെയ്യുക, എക്സ് എന്ന് പറഞ്ഞാൽ ഡിക്ലെയർ ചെയ്യുക. പിന്നെ ഇത് ക്ലോസ് ചെയ്ത് എ എന്ന് എഴുതി, അങ്ങനെ ഡിക്ലെയർ. അപ്പോൾ എ ഡോട്ട് റോൾ നമ്പർ, എ ഡോട്ട് നെയിം, എ ഡോട്ട് ഏജ്, അങ്ങനെ ഇതെങ്ങനെ വരും, എ ഡോട്ട് എക്സ് ഡോട്ട് ഡേറ്റ്, എ ഡോട്ട് എക്സ് ഡോട്ട് മന്ത്, എ ഡോട്ട് എക്സ് ഡോട്ട് ഇയർ എന്ന് പറഞ്ഞിട്ട് ആക്സസ്. അങ്ങനെ രണ്ട് തരത്തിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നെസ്റ്റഡ് സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നെസ്റ്റഡ് സ്ട്രക്ചർ വെച്ചിട്ട് ഒരു പ്രോഗ്രാം കൂടെ നിങ്ങൾ എഴുതി നോക്കുക. എങ്ങനെ എഴുതുക, ഒന്ന് നിങ്ങൾ പിന്നെ വേണമെങ്കിൽ രണ്ട് സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യുക. ഒന്ന് DOB എന്ന് പറയുന്ന സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യുക, അതിൽ ഡേറ്റ്, മന്ത്, ഇയർ. ഒന്ന് അഡ്രസ്സ് എന്ന് പറയുന്ന വേറെ സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യുക, അതിൽ ഹൗസ് നമ്പർ, ഹൗസ് നെയിം അല്ലെങ്കിൽ സിറ്റി നിങ്ങൾക്ക് എന്താ വേണ്ടത് കൊടുക്കണം വെച്ചാൽ അത്രയും സ്ട്രക്ചർ മെമ്പേഴ്സ് കൊടുക്കുക. പിന്നെ എന്ത് ചെയ്യുക, നമ്മൾ ഒറിജിനൽ സ്ട്രക്ചർ ഡിഫൈൻ, സ്ട്രക്ചർ സ്റ്റുഡൻറ്റ് ഡിഫൈൻ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ DOBൻ്റെ സ്ട്രക്ചർ വേരിയബിളോടെ ഡിക്ലെയർ ചെയ്യുക. DOB എക്സ്, അഡ്രസ്സ് എന്താണ് Y എന്ന് പറഞ്ഞാൽ ഡിക്ലെയർ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, സ്റ്റുഡൻറ്റ്, ഈ സ്റ്റുഡൻറ്റ് സ്ട്രക്ചർ വേരിയബിൾ ഡിക്ലെയർ, സ്റ്റുഡൻറ്റ് A എന്ന് ഡിക്ലെയർ. ഇനി പിന്നെ ഇത് റീഡ് ചെയ്യുക, എ ഡോട്ട് റോൾ നമ്പർ, എ ഡോട്ട് നെയിം, എ ഡോട്ട് ഏജ് റീഡ് ചെയ്യുക. പിന്നെ എന്താ, ഈ ഡേറ്റ് മന്ത് ഇയർ എങ്ങനെ ആക്സസ് ചെയ്യുക, എ ഡോട്ട് എക്സ് ഡോട്ട് ഡേറ്റ്, എ ഡോട്ട് എക്സ് ഡോട്ട് മന്ത്, എ ഡോട്ട് എക്സ് ഡോട്ട് ഇയർ. മറ്റേ എന്താ, എ ഡോട്ട് വൈ ഡോട്ട് ഹൗസ് നമ്പർ, എ ഡോട്ട് വൈ ഡോട്ട് സിറ്റി, എ ഡോട്ട് വൈ ഡോട്ട് എന്താ വെച്ചാൽ അതിൽ മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ അതങ്ങനെ ആക്സസ് ചെയ്യും. ഇതിനെയാണ്, ഈ കൺസെപ്റ്റാണ് എന്ത്, നെസ്റ്റഡ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി ഇതിൽ വേറൊരു ചോദ്യം വരാറുള്ളത്, ചിലപ്പോൾ പിന്നെ അരേയും സ്ട്രക്ചറും തമ്മിലുള്ള പിന്നെ വ്യത്യാസം ചോദിക്കും. അരേയും സ്ട്രക്ചറും തമ്മിൽ നിങ്ങളുടെ ബുക്കിലുണ്ട്, നിങ്ങൾ ഈ ബുക്ക് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കും കൂടെ ഇതിൽ നോക്കണം. അരേയും സ്ട്രക്ചറും തമ്മിലുള്ള വ്യത്യാസം എന്താ, അരേ എന്ന് പറയുന്നത് എന്താണ്, എ കളക്ഷൻ ഓഫ് സെയിം ടൈപ്പ് ഓഫ് ഡാറ്റ, ബട്ട് സ്ട്രക്ചർ ഈസ് എന്താണ്, കളക്ഷൻ ഓഫ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡാറ്റ ഐറ്റംസ്. പിന്നെ എന്താണ്, elements of array are accessed using എന്താണ്, ഇറ്റ്സ് സബ്സ്ക്രിപ്റ്റ്സ്. അതായത് നമ്മൾ എ ഓഫ് ഐ ഡോട്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എ ഓഫ് 1 ഡോട്ട്, എ ഓഫ് 2 ഡോട്ട് എന്നിട്ട് നമ്മൾ അരേ ആക്സസ് ചെയ്തിരുന്നത്, മനസ്സിലാണ്ട്. അതുപോലെ സ്ട്രക്ചർ മെമ്പേഴ്സ് എന്താ, ക്യാൻ ബി ആക്സസ്ഡ് using dot operator. ഓക്കെ. പിന്നെന്താ, പിന്നെ അറേ ഓഫ് സ്ട്രക്ചർ ഈസ് പോസിബിൾ. പിന്നെന്താ, സ്ട്രക്ചർ ക്യാൻ കണ്ടെയ്ൻ അറേ ആസ് എലമെൻറ്റ്സ്. ഒരു സ്ട്രക്ചറിൽ ഒരു അറേ എന്താവാം, ഒരു മെമ്പറായിട്ട് വരാം. അപ്പോൾ നമ്മൾ നെയിം എഴുതുന്നത് നിങ്ങൾ ഓർത്തിട്ടുണ്ടാവും. അതിൽ എന്താ, ആ നെയിം എന്നുള്ള എന്താ, ക്യാരക്ടർ അറിയണത്, അത് സ്ട്രക്ചറിൻ്റെ ഉള്ളിൽ എന്താണ്, ഒരു എലമെൻ്റാണ്. ക്ലിയർ അല്ലേ? ഇത്രയൊക്കെയാണ്. പിന്നെ നെസ്റ്റഡ് സ്ട്രക്ചർ, ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ അരയും സ്ട്രക്ചറും തമ്മിലുള്ള ഡിഫറൻസും പഠിച്ചു. അപ്പോൾ ഇതിൽ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് നിങ്ങൾക്ക് വരാൻ സാധ്യത, ഒരു സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യാൻ പറയും, അതിൽ സ്ട്രക്ചറിൻ്റെ പേരും മെമ്പേഴ്സൊക്കെ ഉണ്ടാവും, അത് ഡിഫൈൻ ചെയ്യാൻ പഠിക്കുക. പിന്നെ ഒന്ന് എന്താണ്, സ്ട്രക്ചർ മെമ്പേഴ്സ് എങ്ങനെ ആക്സസ് ചെയ്യാൻ ചോദിക്കും, ആ ഓപ്പറേറ്ററിൻ്റെ പേര് ചോദിക്കും. ദാറ്റ് ഇസ് എന്താ, ഡോട്ട് ഓപ്പറേറ്ററാണ്. ഡോട്ട് ഓപ്പറേറ്റർ മറക്കരുത്, അല്ലെങ്കിൽ ഒരു കുത്തിടുക. ഡോട്ട് ഓപ്പറേറ്റർ ഇട്ടാലും മാർക്കുണ്ടാവും. ഡോട്ട് ഓപ്പറേറ്റർ മിക്കവാറും വരാറുള്ളൊരു ക്വസ്റ്റ്യനാണ്. സ്ട്രക്ചർ മെമ്പേഴ്സ് ക്യാൻ ബി ആക്സസ്ഡ് യൂസിങ് ഡാഷ് ഓപ്പറേറ്റർ, ദാറ്റ് ഇസ് ഡോട്ട് ഓപ്പറേറ്റർ. പിന്നെ നമ്മൾ പഠിച്ചത് സ്ട്രക്ചർ വെച്ചിട്ട് എങ്ങനെയാണ് ഒരു പ്രോഗ്രാം എഴുതാമെന്ന് പഠിച്ചു. 10 സ്റ്റുഡൻറ്റിൻ്റെ ഡാറ്റ റീഡ് ചെയ്ത് ഒരു ടോട്ടൽ മാർക്കൊക്കെ കാണാനുള്ളൊരു പ്രോഗ്രാം, അത് നിങ്ങൾ ചെയ്ത് നോക്കുക. പിന്നെ നെസ്റ്റഡ് സ്ട്രക്ചർ ഡിസ്കസ് ചെയ്തു. ഇത്രയാണ് സ്ട്രക്ചർ എന്ന് പറയുന്ന ടോപ്പിക്കിൽ പ്രധാനമായിട്ട് വരുന്നത്. ഇത് നിങ്ങൾ പഠിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളെ കമൻറ്റിൽ പിന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. നമുക്ക് പറ്റുമെങ്കിൽ അതിൻ്റെ റിപ്ലൈ തരുന്നതാണ്. പിന്നെ വേറൊരു കാര്യം, ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത്. എല്ലാ കുട്ടികൾക്കും അത് പഠിക്കാനും നല്ല മാർക്ക് വാങ്ങാനും ഉപകരിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഈ ക്ലാസ് നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. നമുക്ക് അടുത്തൊരു ക്ലാസ് പോയിൻറ്റേഴ്സ് എന്ന കൺസെപ്റ്റാണ്. അത് നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് വരാം.